നമസ്കാരം. കാർമൽ കാം കളക്റ്റീവിൻ്റെ ഭാഗമായി പാരൻറ്റിംഗ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും ടോപ്പിക്കുകളുമായി കഴിഞ്ഞ കുറേ മാസങ്ങളായി രണ്ടാം ശനിയാഴ്ചകളിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തുകയുണ്ടായി. ഈ ഒരു സീരീസിലെ അവസാനത്തെ എപ്പിസോഡുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത്. എന്താണ് പാരൻറ്റിംഗ്? ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും സെക്യൂർഡായ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരിടം, അതാണ് പാരൻറ്റിങ്. ഈ പാരൻറ്റിങ് തന്നെ ഏതെല്ലാം വിധത്തിലുണ്ട്? അതിനെ രണ്ടായി നമ്മൾ കാണുകയാണെങ്കിൽ ഇഫക്റ്റീവ് പാരൻറ്റിങ് എന്നും ഇൻഎഫക്റ്റീവ് പാരൻറ്റിങ് എന്നും നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായിരിക്കാം ഇഫക്റ്റീവ് പാരൻറ്റിങ്ങിൻ്റെയും ഇൻഎഫക്റ്റീവ് പാരൻറ്റിങ്ങിൻ്റെയും ഔട്ട്കം? അത് നോക്കി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഒരു കുട്ടി സൊസൈറ്റിയിൽ ഓട്ടോണോമിയായും ഇൻഡിപെൻഡൻ്റായും സെൽഫ് കോൺഫിഡൻസോടു കൂടിയും വരുന്ന ഒരു ഘട്ടം, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ആ പാരൻറ്റിങ്ങിനെ നമുക്ക് എഫക്റ്റീവ് പാരൻറ്റിങ് എന്ന് തന്നെ പറയാം. എന്നാൽ നേരെ മറിച്ച് കുട്ടികളിൽ വരുന്ന സ്ട്രെസ്, ആങ്സൈറ്റി, അവർക്ക് വരുന്ന പ്രഷർ, ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം പ്രകടമായ രീതിയിൽ കാണുകയാണെങ്കിൽ തീർച്ചയായും അതൊരു ഇൻഎഫക്റ്റീവ് പാരൻറ്റിങ്ങിൻ്റെ ഔട്ട്കമായി നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് പാരൻറ്റിങ്ങിൽ എഫക്റ്റീവ്നെസ് കൊണ്ടുവരിക? അതാണ് ഇന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് ഇന്നത്തെ ടോപ്പിക്കുമായി കണക്ട് ചെയ്തുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. യഥാർത്ഥത്തിൽ എന്താണ് മെൻ്റൽ ഹെൽത്ത്? അത് നമ്മൾ പലയിടങ്ങളിലും കേൾക്കാറുള്ള, കാണാറുള്ള ക്ലാസ്സുകളും ചർച്ചകളും എല്ലാമാണ്. ഇതും കുട്ടികളുടെ വളർച്ചയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പാരൻസിൻ്റെ മെൻ്റൽ ഹെൽത്തും കുട്ടികളുടെ വളർച്ചയും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമാണുള്ളത്. പാരൻ്റൽ ആങ്സൈറ്റിയും പാരൻ്റൽ സ്ട്രെസ്സ്, ബുദ്ധിമുട്ടുകൾ, ഇവയെല്ലാം ഒരു പരിധിവരെ കുട്ടികളെയും ബാധിക്കുന്നുണ്ട്. ഇതെങ്ങനെ തിരിച്ചറിഞ്ഞ് ഒരു പരിധിവരെ ഇതിനെ ഓവർകം ചെയ്യാം? ആദ്യമായി പാരൻസ് ഇങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് സ്വന്തമായി അവെയറാവുക തന്നെയാണ് വേണ്ടത്. അതായത് എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, ഇന്ന ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ആ ഒരു അവെയർനെസ് ആദ്യം പാരൻസിന് തിരിച്ചറിവുണ്ടാകണം. അതല്ലാത്ത പക്ഷമാണ് പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത്. ഒരു പ്രത്യേക പീരീഡ് എത്തിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ടീനേജ് പ്രായം, അതും പാരൻസ്, പ്രത്യേകിച്ച് അമ്മമാരിൽ അവരുടെ മെനോപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇത് രണ്ടും ഏകദേശം ഒരുമിച്ച് വരുന്നൊരു ഘട്ടമുണ്ട്. ആ ഘട്ടങ്ങളിൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് നേരിടാൻ. കുട്ടികളെ സംബന്ധിച്ച് ആ ഒരു സമയം അവരുടെ ഹോർമോണൽ ചേഞ്ച്, അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ അൺകൺട്രോളിലല്ലാത്ത കുറേ ബിഹേവിയറൽ ഇഷ്യൂസ്, ഇതെല്ലാം കാണാൻ സാധിക്കും. അമ്മമാർക്കും തീർച്ചയായും, പാരൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൽ അമ്മമാരെയാണ് ഉദ്ദേശിക്കുന്നത്, അമ്മമാർക്കും അവർക്ക് അവരുടെ മെനോപ്പസ് ആ ഒരു രീതിയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമയം, അവരുടെ ഹോർമോൺ മാറ്റങ്ങൾ, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇത് രണ്ടും ഒരേ സമയം വരുന്നൊരു കാലഘട്ടം, പ്രത്യേകിച്ചും ഏറ്റവും ബുദ്ധിമുട്ടേറിയൊരു കാലഘട്ടമാണ്. അതിനെ എങ്ങനെ തരണം ചെയ്യാം? ഈ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊരു തിരിച്ചറിവാണ് ആദ്യമായി അമ്മമാർക്ക് ആവശ്യം. പിന്നീട് ഇതിനെ എങ്ങനെ നമ്മൾ മറികടക്കാം? അതിന് അതിൻ്റേതായ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഏറെക്കുറെ നമുക്ക് തന്നെ മാറ്റാവുന്നതേയുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞത് തന്നെ ഈ ഒരു സാഹചര്യത്തെക്കുറിച്ചുള്ള അവെയർനെസ്, സ്വയം തിരിച്ചറിവുണ്ടാവുക.
രണ്ടാമത്തെ കാര്യം, നമുക്ക് സാധ്യമായ കാര്യങ്ങളിൽ മുഴുകുക, എൻഗേജ്ഡ് ആവുക. പല കാര്യങ്ങളും നമുക്ക് ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് സാധിക്കാത്ത പക്ഷം ഒരുപാട് കാര്യങ്ങളുണ്ടായിണ്ടാവാം, അന്നത്തെ സാഹചര്യം കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തത്. അതിനുള്ള ഒരു സാഹചര്യം കണ്ടെത്തി അതിൽ നമ്മൾ മുഴുകുക. മൂന്നാമത്തെ കാര്യം, ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരു മനഃശാസ്ത്ര വിദഗ്ധനെയോ അതുമല്ലെങ്കിൽ ഒരു സൈക്യാട്രിക് കൺസൾട്ടേഷൻ, ഗൈനക്കോളജിസ്റ്റ്, ഈ കൺസൾട്ടേഷന് തീർച്ചയായിട്ടും നമ്മൾ മടി കാണിക്കേണ്ടതില്ല. ഒരു പരിധിവരെ ഇതിനെല്ലാം മറികടക്കാൻ സാധിക്കും. ഈ ഒരു അവയർനെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും കുട്ടികളുമായുള്ളൊരു കോൺഫ്ലിക്റ്റ് നമുക്ക് ഒഴിവാക്കാം. കുട്ടികളുടെ വളർച്ചയിൽ ഏറ്റവും നിർണായക ഘട്ടം വഹിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് ഈ ഒരു സ്റ്റേജ്. യഥാർത്ഥത്തിൽ പാരൻസിൻ്റെ മാനസികാവസ്ഥ അത് പല ഇടങ്ങളിലും പല സ്ഥലത്തും പലപ്പോഴും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് കുറഞ്ഞ സാഹചര്യം ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ അതിനെ അത്രയ്ക്കധികം കണക്കാക്കാത്തൊരു സാഹചര്യം പലയിടത്തും കണ്ടിട്ടുമുണ്ട്. അതിനാരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പലപ്പോഴും കുടുംബ സാഹചര്യങ്ങൾ പോലും അനുകൂലമായി കൊള്ളണമെന്നില്ല. പാരൻ്റൽ കോൺഫ്ലിക്റ്റ് ആയാലും മറ്റു പല പ്രശ്നങ്ങളായാലും അതെല്ലാം കുട്ടികളുടെ വളർച്ചയെ കൂടി വളരെയധികം സ്വാധീനിക്കുന്നതാണ്. കുട്ടികളിൽ കാണുന്ന പല പ്രശ്നങ്ങളെന്ന് പറയുകയാണെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളും ന്യൂറോ സംബന്ധമായ പല പ്രശ്നങ്ങളും അതൊഴിച്ചു നിർത്തിയാൽ പകുതിയിലധികം പ്രശ്നങ്ങൾക്ക് പാരൻസ് കൂടി അറിഞ്ഞോ അറിയാതെയോ ഉത്തരവാദികളാണ്. അതുകൊണ്ട് ഒരു മികച്ച പാരൻറ്റിങ് കൊടുക്കുന്നതിന് തീർച്ചയായും പാരൻസ് തന്നെ മാനസികമായി വളരെയധികം അവെയർ ആവേണ്ടതാണ്. അതിനെക്കുറിച്ച് ധാരണയും വളരെ അനിവാര്യമാണ്. അങ്ങനെയാകുന്ന പക്ഷം മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് ഒരു ഇഫക്റ്റീവ് പാരൻറ്റിങ് നൽകാൻ സാധിക്കുകയുള്ളൂ. ഇഫക്റ്റീവ് പാരൻറ്റിങ്ങിൻ്റെ ഔട്ട്പുട്ട് ഫലം തീർച്ചയായും ഓട്ടോണോമിയും ഇൻഡിപെൻഡൻസിയും സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും ഉള്ള ഒരു തലമുറ തന്നെയാവും എന്നത് നിസ്സംശയമാണ്. നേരെ മറിച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇന്നെഫക്റ്റീവായിട്ടുള്ള പാരൻറ്റിങ്ങിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ഡിപ്പെൻഡൻസി, ലോ സെൽഫ് എസ്റ്റീം, ലോ സെൽഫ് കോൺഫിഡൻസ് എന്നിങ്ങനെയുള്ള ഔട്ട്കം തന്നെയായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും മാനസികാരോഗ്യം എന്നുള്ളത് കുട്ടികളെപ്പോലെ തന്നെ മുതിർന്നവർക്കും പാരൻസിനും എല്ലാവർക്കും ഒരുപോലെ അനിവാര്യമാണ്. ഒരു വർഷം നീണ്ടുനിന്ന ഈ ഒരു സംരംഭം, ഈ ഒരു കാർമൽ കാം കളക്റ്റീവിന് ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം സംഘടിപ്പിച്ചു തന്ന കാർമൽ മാനേജ്മെൻറ്റിനോടും ഏറ്റവും പ്രിയപ്പെട്ട ഫാദർ പോളച്ചനോടും ബാക്കി കൂടെ നിന്നിരുന്ന ടീച്ചർമാർ, ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന പാരൻസ്, ബാക്കി അധ്യാപകർ, പിന്നെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകിയ നിഷാൻ സാർ, എല്ലാവർക്കും വ്യക്തിപരമായ പേരിലും കാർമലിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. നന്ദി.